ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. അഹം പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു ആ ഗുരുവിനെ. ബുദ്ധിഭൂതം, ബുദ്ധിക്ക് കാരണഭൂതനായ, ത്രിലോകേശം, മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനായ ആ സാക്ഷാൽ ബൃഹസ്പതിയെ, ദേവ ആചാര്യനായ വ്യാഴത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ഒരു വർഷമായി മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. വളരെയധികം പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റമായിരിക്കും ഈ ഒരു വർഷക്കാലം വ്യാഴത്തിൻ്റെ. കാരണം എന്താണ്? വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രത്തിൽ നിന്നും തന്നെ പരമോച്ചമായ കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ്. അത് വളരെയധികം മാറ്റങ്ങൾ ലോകത്തിന് തന്നെ ഉണ്ടാകും. കാരണം വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ്. വ്യാഴം അതിനാൽ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ എപ്പോഴും പൂർണ്ണതയിലെത്തിക്കുവാനും അല്ലെങ്കിൽ നശിപ്പിക്കുവാനും അതിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കാനും വ്യാഴത്തിന് കഴിയും. ആ ഒരു ക്ലേശങ്ങളൊക്കെ കഴിഞ്ഞ് തൻ്റെ ഉച്ചരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഈ വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതി ലോകത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ തന്നെ ഉണ്ടാകും, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകമാണ്. കർക്കിടകം 5 വ്യാഴത്തിന് അത്യുച്ചവും മകരം 5 അതിനീചവുമാകുന്നു. ഇവിടെ കർക്കിടകം ഒരു പ്രത്യേകത, കർക്കിടകം ഒരു ജലരാശിയാണ്. ജലാശയ നിർമ്മാണശീല, വെള്ളവുമായിട്ട് ബന്ധപ്പെടുന്ന, ജലവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഓയിൽ, തൈലം ഇതുമായി ബന്ധപ്പെടുന്ന ദ്രാവക രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഗമനാഗമം, യാത്ര, സഞ്ചാരം, അതിൻ്റെ ക്രയവിക്രയം ഇതൊക്കെ കർക്കിടക രാശി കൊണ്ടാണ് ചിന്തിക്കുക. അതിനാൽ ലോകത്തിലുള്ള ഇന്നത്തെ ഈ ഇന്ധന പ്രതിസന്ധി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ ഈ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ഒരു സംയമനത്തിലൂടെ മാറി നല്ല ഒരു പദത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർവേശ്വരാണം ധിഷണേസ്തി നിത്യം സാന്നിധ്യം അസ്മാത് ധിഷണേനുകൂലേ പ്രായോനുകൂല സകലാസ്യ ദേവാഹ തത് പ്രാതികൂല്യ സതി നാനുകൂലാഹ. വ്യാഴം വിശ്വസ്തനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ആ വ്യക്തിക്ക് ലഭിക്കും. അനിഷ്ടസ്ഥനാണെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല. അത്രത്തോളം ശക്തമാണ് വ്യാഴം. ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ചാൽ പോലും അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ദീർഘായുസായിട്ട് ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നു. ദൃഷ്ടേ അമരരാജമന്ത്രിണ ദീർഘായുഹു സുഖഭാഗ്യ സസ്മൃത. അമരരാജമന്ത്രിണ, ദേവന്മാരുടെ മന്ത്രിയായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അത്രത്തോളം വ്യാഴത്തിൻ്റെ പ്രാധാന്യം ജ്യോതിശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. ധീജിത് പുത്ര അംഗസൗഖ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങളാണ്. ധീ ബുദ്ധി, ചിത്ത് മനസ്സ്, പുത്ര അംഗസൗഖ്യങ്ങൾ, സന്താന ശ്രേയസ്, ശാരീരികമായ സുഖങ്ങളെല്ലാം തന്നെ. അതിനുമപ്പുറത്ത് ഞാൻ പറഞ്ഞു വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ്. സമ്പത്തിനെ നിയന്ത്രിക്കുന്നു വ്യാഴം. അതിനാൽ സാമ്പത്തിക രംഗത്ത് ഈ കർക്കിടക മാസത്തിൽ വ്യാഴം വരുന്ന സമയം മുതൽ വരുന്ന ഒരു വർഷക്കാലം വളരെ അനുകൂലമായിരിക്കും. വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു വർഷമാണ്. ഒരു വർഷം പൂർണ്ണമായും വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നു. ഏറ്റവും അധികം നിൽക്കുന്നത് ശനിയാണ് 2.5 വർഷം, പിന്നെ രാഹു കേതുക്കൾ 1.5 വർഷം, പിന്നെ വ്യാഴം 1 വർഷം പൂർണ്ണമായും. എപ്പോഴാണ് വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്? എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. വ്യാഴം 1201 ഇടവമാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നത്. അവിടുന്ന് ഒരു വർഷക്കാലം. അതിനിടയിൽ വ്യാഴത്തിന് ആദിത്യനോട് വളരെ അടുക്കുമ്പോൾ മൗഢ്യമുണ്ടാകാം. അപ്രകാരം തന്നെ വ്യാഴം വക്രിയായിട്ട് സഞ്ചരിക്കാം, അതിചാരത്തിൽ സഞ്ചരിക്കാം. എങ്കിലും ഈ ഒരു വർഷക്കാലം ലോകം സുരക്ഷിതമായിരിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായി വരിക? മേടം രാശിക്കാർക്ക് മിശ്രഫലത്തെ പ്രദാനം ചെയ്യും. ഇടവൻ രാശിക്കാർക്ക് വ്യാഴം അത്ര ശുഭമല്ല, 3-ാം ഭാവത്തിലാണ്. അത് അഷ്ടമാധിപത്യ ദോഷവുമുണ്ട്. ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. മിഥുന രാശിക്കാർക്ക് വ്യാഴം അങ്ങേയറ്റം അതിശക്തമായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, ഭാഗ്യാധിപനാണ്. സമ്മിശ്ര ഫലം ഉണ്ടാകാം. പലപ്പോഴും ജന്മവ്യാഴം അത്ര ഗുണമല്ല. എങ്കിലും കഴിഞ്ഞ ഒരു വർഷം വ്യാഴം 12-ാം ഭാവത്തിലായിരുന്നു, വളരെ ദുർബലമായിരുന്നു. പലപ്പോഴും ജന്മവ്യാഴത്തിൽ അതിനേക്കാളും കുറച്ച് നന്മകളൊക്കെ ആകാം. അത് വിശദമായി ഓരോ രാശിക്കാരുടെ ഫലം നാം ചർച്ച ചെയ്യുന്നതാണ്. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം ദുർബലമാണ്, 12-ലാണ്. കന്നി രാശിക്കാർക്ക് വ്യാഴം ഏറ്റവും നല്ലതാണ്, 11-ലാണ്.
തുലാം രാശിക്കാർക്കും വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നു, നല്ലതാണ്. മാനസിക പ്രയാസങ്ങളില്ലാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമാണ്. ധനുരാശിക്കാർക്ക് വ്യാഴം ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു, അത്ര ഗുണമല്ല. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കുംഭൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണമല്ല, 6ാം ഭാവത്തിലാണ്. മീനൻ രാശിക്കാർക്കും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും, 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ പ്രത്യേകിച്ച് ഈ 12 രാശിക്കാരിലും മിഥുനൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കന്നി രാശിക്കാർക്ക് വളരെ ഗുണമാണ്. തുലാം രാശിക്കാർക്കും ഗുണമാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മീനൻ രാശിക്കാർക്കും വളരെ ഗുണമാണ്. ഇനി നമുക്ക് സവിസ്തരം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ, ഈ വ്യാഴത്തിൻ്റെ മാറ്റം എപ്രകാരം പരിവർത്തനത്തെ പ്രദാനം ചെയ്യുന്നെന്ന് ചർച്ച ചെയ്യാം. ഏവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ വ്യാഴം തുലാം രാശിക്കാർക്ക് നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. ഉച്ചസ്ഥനായി 10ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ല ഫലമാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം എന്നറിയുക. ഇവിടെ തുലാം രാശിക്കാർക്ക് വ്യാഴം 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് ആരാകുന്നു? തങ്ങളുടെ 3ാം ഭാവമാകുന്നു. സഹോദരങ്ങൾ, സഹായികൾ, തങ്ങളുടെ ധൈര്യം, വീര്യം ഒക്കെ ചിന്തിക്കേണ്ടുന്ന 3ാം ഭാവാധിപത്യം. മറ്റൊന്ന് തങ്ങളുടെ 6ാം ഭാവാധിപത്യം. കള്ളന്മാർ, ശത്രുക്കൾ, വിഘ്നങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവം. ഈ വ്യാഴം നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. 10ാം ഭാവം കർമ്മഭാവമാണ്. ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബനമേതത് സർവം ചിന്യം ഹി ദശമതഃ. 10ാം ഭാവം കൊണ്ട് ദേവാലയങ്ങൾ, നഗരസഭകൾ, മന്ദിരങ്ങൾ ഒക്കെ ചിന്തിക്കണം. ഈ വ്യാഴം പലപ്പോഴും ദേവാലയങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അധികാരം നൽകും വ്യക്തിക്ക്. തുലാം രാശി സ്വതവേ ദേവബ്രാഹ്മണ സാധു പൂജന രഥനാകുന്നു. ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാകുന്നു. അതിനാൽ സോഷ്യൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെടുന്ന എല്ലാ ഭാഗത്തിലും ഈ 10ലെ വ്യാഴം വളരെയധികം ഗുണങ്ങൾ ചെയ്യും. ഗുരുകർമ്മകെ മന്ദിരം ചിത്രശാല എന്ന ചിത്രപ്പണികളോടുകൂടിയ മന്ദിരങ്ങൾ ഉണ്ടാകും. പലപ്പോഴും ദേവസ്വമായി ബന്ധപ്പെടുന്ന ജോലിയൊക്കെ ലഭിക്കുക, അതിൻ്റെ അധികാര പദവികളിൽ എത്തിച്ചേരുക, അതിൻ്റെ നന്മക്കായി പ്രവർത്തിക്കുക, നല്ല സഹോദരങ്ങളും നല്ല സഹായികളുടെയും സഹായത്തോടുകൂടി വളരെയധികം നന്മകൾ പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള വലിയൊരു കരുത്ത് ഈ 10ലെ വ്യാഴം പ്രദാനം ചെയ്യും. ആർക്ക്? തുലാം രാശിക്കാർ. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞ ശ്ലോകമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. ഗുരുകർമ്മകെ മന്ദിരം ചിത്രശാലം പിതുർ പൂർവജോഭ്യോപി തേജോധികത്വം. തനിക്ക് കൂടുതൽ തേജസ് വരും ഈ ഒരു വർഷക്കാലം. തൻ്റെ പൂർവീകരെക്കാളും തനിക്ക് പ്രശസ്തി ലഭിക്കും. ന തുഷ്ടോ ഭവേൽ ശർമ്മണ പുത്രഗാന. പലപ്പോഴും മക്കളുടെ വിഷയത്തിൽ അത്ര സംതൃപ്തി കാണില്ല. താൻ അത്ര സന്തുഷ്ടനായിരിക്കില്ല മക്കളെടുക്കുന്ന പല കാര്യങ്ങളിലൊക്കെ തന്നെ. അങ്ങനെയുള്ളൊരു പ്രയാസം ഉണ്ടാക്കും ഈ വ്യാഴം. പജയിൽ പ്രത്യേകം പ്രസ്ഥസാമുദ്രമന്നം, ഒരിടങ്ങഴി ഉപ്പിൻ്റെ അരി വെക്കേണ്ടി വരും. അതിനാൽ ധർമ്മസ്ഥാപനങ്ങളിൽ, മതസ്ഥാപനങ്ങളിൽ, ദേവാലയങ്ങളിൽ ഇവിടെയൊക്കെ നേതൃത്വ സ്ഥാനത്ത് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ തൻ്റെ തലയിൽ വന്ന് വീഴും. അതിനുവേണ്ടി തനിക്ക് അങ്ങേയറ്റം പ്രയത്നിക്കാം, ഉത്സാഹിക്കാം എന്നൊരു നല്ല ഫലത്തെ ഈ വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വ്യാഴം രോഗാധിപനാണ്, 6ാം ഭാവാധിപനാണ്. രോഗാധിപൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. തൻ്റെ നീചക്ഷേത്രമായ മകരത്തിലേക്ക് നോക്കുന്നു. കഫജന്യമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. അതിനാൽ കഫരോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് വളരെയധികം ക്ലേശങ്ങളുണ്ട്. നെഞ്ചത്ത് കഫം വന്ന് ബുദ്ധിമുട്ടി അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അത് ഏറ്റവും ശാരീരികമായി ശ്രദ്ധിക്കണം. പിന്നീട് 10ൽ പലപ്പോഴും വ്യാഴം ഉണ്ടാകുമ്പോൾ പലപ്പോഴും മനസ്സിന് അലറ്റലുകൾ നന്നായി കാണും. പ്രത്യേകിച്ച് തുലാം രാശിക്കാർക്ക് ശ്രദ്ധിക്കണം. വ്യാഴം ശത്രുപതിയാണ്. പലപ്പോഴും കർമ്മമേഖലയിൽ തനിക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാകാം. അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന സമയമാണ്. ഇവിടെ നിർബന്ധമായും തങ്ങളുടെ ധർമ്മദൈവ പ്രീതി ചെയ്യുക. അതിനു പുറമേ ശത്രുദോഷ പരിഹാരമായി സുദർശന പുഷ്പാഞ്ജലി എല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ ജന്മനക്ഷത്രത്തിലും ചെയ്യുന്നത് വളരെയധികം അനുകൂലമാണ്. നന്ദി, നമസ്തേ.